children, how are you? എൻ്റെ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും ഇന്നത്തെ ക്ലാസ്സിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ യൂണിറ്റ് 1 ആണ്. എന്താണ് അതിൻ്റെ നെയിം? നാച്ചുറൽസ് പ്ലൻറ്റി അല്ലേ? അപ്പോൾ ഇതിൻ്റെ പാഠഭാഗങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങളുടെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട് പ്ലേലിസ്റ്റിൻ്റെ, അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ഇവിടെ നമുക്ക് ആദ്യത്തെ ചാപ്റ്റർ? ഹൗ ഫാർ ഈസ് ദ റിവർ? എന്താണ്, എത്ര ദൂരമാണ് നദി? Here is a boy who sets out on a trip to appreciate the beauty of nature. Where does he go? What does he see there? How does he feel? Let's find out. എന്താണ് ഇവിടെ ഒരു കുട്ടി പ്രകൃതിയെ അനുഭവിച്ചറിയാൻ വേണ്ടിയിട്ട് ഒരു ട്രിപ്പ് പോവുകയാണ്. അവന് എവിടേക്കാണ് പോകുന്നത്, അവൻ എന്തൊക്കെയാണ് അവിടെ കാണുന്നത്, അവൻ എന്താണ് ഫീൽ ചെയ്യുന്നത്, ഇതൊക്കെ നമ്മളടുത്ത് കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്റ്റോറി വായിച്ചു നോക്കാം. Between the boy and the river stood a mountain. The boy was young and the river was small, but the mountain was big. എന്താണ്, ഒരു ആൺകുട്ടിയുടെയും ഒരു നദിയുടെയും ഇടയിൽ എന്ത് നിൽക്കുകയാണ്? ഒരു മൗണ്ടെയിൻ അല്ലേ, ഒരു മല ഇങ്ങനെ അവരുടെ മുന്നിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ദ ബോയ് വാസ് യങ് അല്ലേ, ബോയ് എന്താണ്, ആ കുട്ടി എന്താണ്, ചെറുപ്പമാണ്. ആ ഒരു നദി ചെറുതാണ്, അതേപോലെ മൗണ്ടെയിൻ വലിയതാണ്. The thickly forested mountain hid the river, but the boy knew it was there. He had never seen the river with his own eyes. എന്താണ്, ആ തിങ്ങി നിറഞ്ഞിട്ടുള്ള കാടുകളെ ആ ഒരു നദിയെ മറച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ ആ ആൺകുട്ടിക്ക് അറിയാം അത് അവിടെ ഉണ്ട് എന്ന്. എങ്ങനെയാണ് അറിയുന്നത്? അവൻ ഒരിക്കലും അവൻ്റെ കണ്ണുകൾ കൊണ്ട് അവന് കണ്ടിട്ടില്ല. പക്ഷേ ബട്ട് ഫ്രം ദ വില്ലേജസ് ഹി ഹാഡ് ഹിയർഡ് ഓഫ് ഇറ്റ്. എന്താണ്, ആ ഗ്രാമവാസികളിൽ നിന്നും അവന് കേട്ടിട്ട് അവിടെ അങ്ങനെ ഒരു നദിയുണ്ട് എന്ന് അറിയാം. ഓഫ് ദ ഫിഷ് ഇൻ ഇറ്റ്സ് വാട്ടേഴ്സ് ആൻഡ് ഓഫ് ഇറ്റ്സ് റോക്സ്. അതിൽ നിറയെ മീനുകളും അതേപോലെ നിറയെ കല്ലുകളും ഉണ്ട് എന്ന് അവനറിയാം. ഹി വിഷ്ഡ് ടു ടച്ച് ദ വാട്ടർ ആൻഡ് നോ ഇറ്റ് പേഴ്സണലി. അവന് ആ ഒരു വെള്ളം തൊടാനും അതേപോലെ തന്നെ എന്താ പറയുക, സ്വയം അതിനെക്കുറിച്ചിട്ട് അറിയാനും അവന് ആഗ്രഹം തോന്നി. He stood in front of his house on the hill opposite the mountain and gazed across the valley dreaming of the river. എന്താണ്, അവൻ്റെ വീടിൻ്റെ മുന്നിൽ ഇങ്ങനെ ആ ഒരു മലയ്ക്ക് ഓപ്പോസിറ്റായിട്ട്, മലയ്ക്ക് നേരെയായിട്ട് അവനിങ്ങനെ നിൽക്കുകയാണ് അല്ലേ. എന്ത് കണ്ടുകൊണ്ടാണ്? ആൻഡ് ഗേസ്ഡ് അക്രോസ് ദ വാലി. ആ ഒരു വാലിയിലെ ആ കുന്നുകളെ ഇങ്ങനെ നോക്കിക്കൊണ്ട് അല്ലേ, സൂക്ഷിച്ച് നോക്കിക്കൊണ്ട്, തുറിച്ചു നോക്കിക്കൊണ്ട് അവനിങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ട്, ആ ഒരു നദിയെ സ്വപ്നം കണ്ടുകൊണ്ട് അവനിങ്ങനെ അവിടെ നിൽക്കുകയാണ്. He was about 12 years old, a sturdy boy with untidy black hair and shining black eyes. എന്താണ്, അവനൊരു 12 വയസ്സ് മാത്രം പ്രായമുള്ളൊരു ആൺകുട്ടിയാണ്. അവൻ നല്ല ശക്തനായിട്ടുള്ള നല്ല ഉറപ്പുള്ളൊരു ആൺകുട്ടിയാണ്. അതേപോലെ അവൻ്റെ ഹെയർ എന്താണ്, നല്ല തിക്കായിട്ടുള്ള നല്ല ബ്ലാക്ക് ഹെയർ ആണ്. 2 കണ്ണുകളും നല്ല കറുത്ത തിളങ്ങുന്ന കണ്ണുകളാണ്. ഹി ഹാഡ് ഫൈൻ ഫീച്ചേഴ്സ് ആൻഡ് എ ക്ലിയർ ബ്രൗൺ സ്കിൻ. അവന് നല്ല ഫീച്ചേഴ്സ് ഉള്ള നല്ല കഴിവുള്ളൊരു കുട്ടിയാണ്. അവൻ്റെ തൊലി ഒരു ബ്രൗൺ കളറ് അല്ലേ, ഒരു കാപ്പി കളർ പോലെയുള്ള ഒരു കളറാണ്. ബട്ട് ഹിസ് ഹാൻഡ്സ് ആൻഡ് ഫീറ്റ് വേർ റഫ് ആൻഡ് സ്ക്രാച്ചഡ്. അവൻ്റെ കൈക്കാലുകൾ നല്ല ഉറപ്പുള്ളതാണ്, പക്ഷെ അതിലെന്ത് വീണിട്ടുണ്ട്? സ്ക്രാച്ച് വീണിട്ടുണ്ട്, വരകൾ വീണിട്ടുണ്ട്. ഹി വാസ് ബെയർ ഫൂട്ടഡ്. അവൻ ചെരുപ്പുകൾ ധരിച്ചിട്ടില്ല. നോട്ട് ബിക്കോസ് ഹി കുഡന്റ് അഫോർഡ് ഷൂസ്. അവന് ഷൂസ് വാങ്ങാൻ കഴിയാത്തത് കൊണ്ടാണോ അവൻ ധരിക്കാത്തത്? ബട്ട് ബിക്കോസ് ഹി ലൈക്ഡ് ദ ഫീൽ ഓഫ് വാം സ്റ്റോൺസ് ആൻഡ് കൂൾ ഗ്രാസ്. എന്താണ് അതിൻ്റെ കാരണം? എന്താണ്, അവന് ആ ഒരു സ്റ്റോൺസിനെ അല്ലേ, സ്റ്റോൺസും തണുത്ത പുല്ലുകളുടെയൊക്കെ കാര്യങ്ങൾ ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ചെരുപ്പുകൾ ധരിക്കാത്തത്. ഇറ്റ് വാസ് 11 o'clock and he knew his parents wouldn't return home till evening. അവനറിയാം ഇപ്പോൾ 11 മണിയായിട്ടുണ്ട്. അവൻ്റെ അച്ഛനും അമ്മയും അല്ലേ, അവൻ്റെ രക്ഷിതാക്കള് ഈവനിങ് വരെ അല്ലേ, എന്താണ് വൈകിട്ട് വരെ വീട്ടിലോട്ട് തിരിച്ചു വരില്ല. There was a loaf of bread he could take with him and on the way he might find some fruits. അവൻ ഒരു ബ്രെഡ് അല്ലേ, ഒരു ബ്രെഡ് അവൻ്റെ കയ്യിലെടുത്തിട്ടുണ്ട്. പോകുന്ന വഴിയിൽ അവന് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ അവന് കണ്ടെത്താൻ കഴിയും. Here was
ദ ഓപ്പർച്യൂണിറ്റി ഹി ഹാഡ് വെയിറ്റഡ് ഫോർ, അവന് വെയിറ്റ് ചെയ്തിട്ടുള്ള, അവൻ കാത്തിരുന്ന ഒരു ദിവസം അവന് വന്നു. ഹിസ് മദർ ആൻഡ് ഫാദർ ഹാഡ് ഗോൺ ടു വിസിറ്റ് റിലേറ്റീവ്സ് ഫോർ ദ എൻറ്റയർ ഡേ ആൻഡ് ഹാഡ് ലെഫ്റ്റ് ഹിം ഓൺ ഹിസ് ഓൺ. അവൻ്റെ അച്ഛനും അമ്മയും ബന്ധുക്കളെ കാണാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ്. ഈ ഒരു ദിവസം ഫുള്ള് അവൻ്റെ അച്ഛനും അമ്മയും ബന്ധുക്കളെ കാണാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ്. അവൻ തനിച്ച് മാത്രമേ അവിടെയുള്ളൂ. ഇഫ് ഹി കെയിം ഹോം ബിഫോർ ഡാർക്ക് ബിഫോർ ദെയർ റിട്ടേൺ ദേ വുഡൻ നോ വേർ ഹി ഹാഡ് ബീൻ. എന്താണ്, അവർ വരുന്നതിന് മുന്നേ അല്ലേ, ഇരുട്ടുന്നതിന് മുന്നേ അവൻ വീട്ടിലെത്തിയാൽ അല്ലേ, അവർ വരുന്നതിന് മുന്നേ അവൻ അവിടെ എത്തിയാൽ അവൻ എവിടെയായിരുന്നു എന്നുള്ളത് അവരൊരിക്കലും അറിയില്ല. He went into the house and wrapped the loaf in a newspaper. Then he closed all the doors and windows. എന്താണ്, അവൻ പോകുമ്പോൾ എടുത്തിരുന്നത് എന്താണ്, കയ്യിലൊരു ബ്രെഡ് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു അല്ലേ, ബ്രെഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. അത് അവനൊരു ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞിട്ട് എടുത്തു. അതേപോലെ തന്നെ വീടിൻ്റെ ജനലും എന്താ പറയുക വാതിലൊക്കെ അവന് നന്നായിട്ട് എന്ത് ചെയ്തു, നന്നായിട്ട് അടച്ചു. The path to the river dropped steeply into the valley, then rose and went round the big mountain. It was frequently used by the villagers, the woodcutters, milkmen, and mule drivers, but there were no villages beyond the mountain or near the river. ആ പുഴയിലോട്ടുള്ള അല്ലേ, ആ ഒരു നദിയിലോട്ടുള്ള വഴി എങ്ങനെയുള്ളതാണ്, കുത്തനെയുള്ള ഒരു വഴിയാണ്. Then rose and went round the big mountain. ആ വഴി എങ്ങോട്ടാണ് പോകുന്നത്, ഒരു വലിയ ഒരു മലയിനെ ഇങ്ങനെ ചുറ്റിയിട്ടാണ് ആ വഴി പോകുന്നത്. ഇത് ആരൊക്കെ യൂസ് ചെയ്യുന്നൊരു വഴിയാണെന്നാണ് പറയുന്നത്. ഇറ്റ് വാസ് ഫ്രീക്വൻലി യൂസ്ഡ് ബൈ ദ വില്ലേജേഴ്സ് അല്ലേ, ഗ്രാമവാസികൾ ഉപയോഗിക്കുന്ന സ്ഥിരം വഴിയാണ്. ദ വുഡ് കട്ടേഴ്സ് അല്ലേ, മരം വെട്ടുന്ന ആളുകൾ, അതേപോലെ തന്നെ പാല് വിൽക്കുന്ന ആളുകൾ, പിന്നെന്താ മ്യൂൾ ഡ്രൈവേഴ്സ്, കോവർ കൈതയുടെ എന്താ പറയുക വണ്ടി ഓടിക്കുന്ന ആളുകളൊക്കെയാണ് എന്ത് ഉപയോഗിക്കുന്നത്, ഈ വഴി ഉപയോഗിക്കുന്നത്. മൗണ്ടെയിൻ്റെ അടുത്ത് വരെ ആരുള്ളൂ എന്നാണ് പറയുന്നത്, നമ്മുടെ ഈ വില്ലേജസിലെ ഗ്രാമവാസികളുള്ളൂ. മൗണ്ടെയിൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ആരും തന്നെ ഇല്ല, അതായത് ആ നദിയുടെ തീരത്തൊന്നും ആരും തന്നെ താമസിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അടുത്തത് എന്താണ്, ദ ബോയ് പാസ്ഡ് എ വുഡ് കട്ടർ ആൻഡ് ആസ്ക്ഡ് ഹിം ഹൗ ഫാർ ഇറ്റ് വാസ് ടു ദി റിവർ. എന്താണ്, ആ ഒരു കുട്ടി ഒരു മരം വെട്ടുകാരൻ ഇങ്ങനെ പാസ് ചെയ്ത് പോയി. ആ സമയത്ത് എന്ത് ചോദിച്ചു, മരം വെട്ടുകാരനോട് ചോദിച്ചു, ഇനി എത്ര ദൂരം നദിയിലോട്ട് ഉണ്ട് എന്ന് ചോദിച്ചു. ദ വുഡ് കട്ടർ വാസ് എ ഷോർട്ട് ബട്ട് പവർഫുൾ മാൻ. എന്താണ്, ആ ഒരു മരം വെട്ടുകാരന് ചെറിയൊരു മനുഷ്യനാണ്, പക്ഷെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള അല്ലേ, നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു ഒരാളാണ്. വിത്ത് എ ക്രീസ്ഡ് ആൻഡ് വെതേർഡ് ഫേസ് ആൻഡ് മസിൽസ് ദാറ്റ് സ്റ്റുഡ് ഔട്ട് ഇൻ ഹാർഡ് അഗ്ലി ലംസ്. അദ്ദേഹത്തിൻ്റെ മുഖം എങ്ങനെയാണ് ഇരിക്കുന്നത്, ചുളിവുകളൊക്കെ വീണിട്ടുള്ളൊരു മുഖമാണ് അദ്ദേഹത്തിനുള്ളത്. അതേപോലെ തന്നെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ മുഴച്ചു നിൽക്കുന്ന മസിൽസാണ് അദ്ദേഹത്തിനുള്ളത്. 7 miles ഹി സെഡ്. എന്താണ്, 7 miles കഴിഞ്ഞാൽ ഉണ്ടെന്ന് അയാൾ പറഞ്ഞു. വിച്ച് വാസ് ഫെയർലി അക്യുറേറ്റ്. വൈ ഡു യു വാണ്ട് ടു നോ. എന്താണ്, വിച്ച് വാസ് ഫെയർലി അക്യുറേറ്റ്. ഏകദേശം 7 മൈൽ വരും എന്നാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. അപ്പോൾ എന്താ ചോദിച്ചത്, ആ കുട്ടീനോട് എന്താ ചോദിച്ചത്, വൈ ഡു യു വാണ്ട് ടു നോ, നിനക്ക് എന്തിനാണ് ഇത് അറിയുന്നത്. ഐ ആം ഗോയിങ് ടു ദി റിവർ സെഡ് ദി ബോയ്. ഞാൻ നദിയിലോട്ട് പോവുകയാണെന്ന് ആ കുട്ടി പറഞ്ഞു. അലോൺ അല്ലേ, എന്താണ്, ഒറ്റയ്ക്കാണോ. അപ്പോൾ എന്താ പറഞ്ഞത്, നമ്മുടെ ആ ആൺകുട്ടി എന്താ പറഞ്ഞത്, ഓഫ് കോഴ്സ് അല്ലേ, എന്താണ്, ഓഫ് കോഴ്സ്, അതെ. ബട്ട് ഇറ്റ് ഈസ് ടു ഫാർ, ഇറ്റ് വിൽ ടേക്ക് യു 3 hours ടു റീച്ച് ദ ആൻഡ് ദെൻ യു ഹാവ് ടു കം ബാക്ക്. എന്താണ്, അത് ഒരുപാട് ദൂരെയാണ്, ഒരു 3 മണിക്കൂറെങ്കിലും അങ്ങോട്ട് എത്താൻ വേണ്ടി സമയമെടുക്കും. ആൻഡ് ദെൻ യു ഹാവ് ടു കം ബാക്ക്, എന്നിട്ട് നിനക്ക് തിരിച്ച് വീണ്ടും എന്താ പറയുക വരണം. ഇറ്റ് വിൽ ബി ഗെറ്റിംഗ് ഡാർക്ക്. അപ്പം എന്താവും, ഇരുട്ട് വീഴും. ബിസൈഡേഴ്സ് ഇറ്റ് ഈസ് നോട്ട് ആൻ ഈസി റോഡ്. എന്താണ്, അതിൻ്റെ അടുത്തൊക്കെ എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു ഈസി ആയിട്ടുള്ള അല്ലേ, ഒരു നേരെയുള്ള ഒരു വഴിയല്ല. ബട്ട് ഐ ആം എ ഗുഡ് വാക്കർ സെഡ് ദി ബോയ്, സോ ഹി ഹാഡ് നെവർ വാക്ക്ഡ് ഫർദർ ദാൻ ദ മൈൽ ഫ്രം ഹിസ് ഹൗസ് ടു ഹിസ് സ്കൂൾ. എന്താണ്, ഞാൻ നല്ലൊരു നടത്തക്കാരനാണെന്ന് ആര് പറഞ്ഞു, ആ കുട്ടി പറഞ്ഞു. സോ ഹി ഹാഡ് നെവർ വാക്ക്ഡ് ഫർദർ ദാൻ ദ മൈൽ ഫ്രം ഹിസ് ഹൗസ് ടു ഹിസ് സ്കൂൾ. എന്താണ്, അവന് വീട്ടിൽ നിന്നും അവൻ്റെ സ്കൂളിലോട്ട് അല്ലേ 1 മൈലാണുള്ളത്, അത്ര വരെ മാത്രമേ അല്ലേ, അതുവരെ മാത്രമേ അവൻ എന്ത് ചെയ്തിട്ടുള്ളൂ, അവൻ നടന്നിട്ടുള്ളൂ അല്ലേ, അതിലേറെ കൂടുതൽ അവൻ നടന്നിട്ടില്ല. ദ പാത്ത് വാസ് സ്റ്റീപ്പ് ആൻഡ് ദ ബോയ് ഹാഡ് ടു റൺ മോസ്റ്റ് ഓഫ് ദി ടൈം. എന്താണ്, അതൊരു കുത്തനെയായിട്ടുള്ളൊരു
വഴിയാണ്. അപ്പോൾ കൂടുതൽ സമയം ആ കുട്ടി എന്ത് ചെയ്തു? ഓടുകയാണ് ചെയ്തിട്ടുള്ളത് അല്ലേ? പിന്നെന്താ, ഇറ്റ് വാസ് എ ഡിസി വിൻഡിങ് പാത്ത് ആൻഡ് ഹി സ്ലിപ്സ്ഡ് വൺസ് ഓർ ട്വൈസ്. അതെന്താണ്? ഒരു വഴുക്കുന്ന ടൈപ്പ് ഒരു ഒരു സ്ഥലമാണത്. അപ്പോൾ ആ ഒന്നോ രണ്ടോ തവണ അവൻ എന്ത് ചെയ്തിട്ടുണ്ട്? അവൻ വീണിട്ടുണ്ട്. ദ ഹിൽ വാസ് കവേർഡ് വിത്ത് ലഷ് ഗ്രീൻ ഫെൻസ്. ദ ട്രീസ് വെർ വൗണ്ട് ഇൻ ക്രീപ്പേഴ്സ് ആൻഡ് എ ഗ്രേറ്റ് വൈൽഡ് ഡാലിയ സഡൻലി റെയർഡ് ഇറ്റ്സ് ഗോൾഡൻ ഹെഡ് ഫ്രം ദി ലീവ്സ് ആൻഡ് ഫേൺസ്. ആ ഒരു മൗണ്ടെയിൻ എങ്ങനെയാണ് ഇരിക്കുന്നതെന്നാണ് പറഞ്ഞത്? നന്നായിട്ട് പാല് പിടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മരങ്ങളൊക്കെ നിറയെ വള്ളികളാൽ നിറഞ്ഞിട്ടുണ്ട്. അതേപോലെ അവിടെ ഒരു ഡാലിയ ഉണ്ടായിരുന്നു. അത് പെട്ടെന്ന് എന്ത് ചെയ്തു? അത് അതിൻ്റെ തല ഇങ്ങനെ പുറത്തോട്ട് ഇട്ടിട്ട് ആ പായലിൻ്റെയും അതേപോലെ തന്നെ ആ ഒരു ഇലകളുടെയൊക്കെ ഇടയിൽ നിന്നും പുറത്തോട്ട് ഇങ്ങനെ തള്ളി നിന്ന് ഒന്നാകെ എന്തായിട്ടുണ്ട്? വിതറിയിട്ടുണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സൂൺ ദ ബോയ് വാസ് ഇൻ ദ വാലി. എന്താണ്? പെട്ടെന്ന് തന്നെ നമ്മുടെ ആ ഒരു കുട്ടി വാലിയിൽ എത്തിപ്പെട്ടു. ആൻഡ് ദ പാത്ത് സ്ട്രൈറ്റേൺഡ് ഔട്ട് ആൻഡ് റോസ്. വഴി എന്താ പറയുന്നത്? നല്ല സ്ട്രൈറ്റൺ ആയിട്ടുണ്ട് അല്ലേ? അങ്ങോട്ട് നല്ല സ്ട്രൈറ്റ് ആയിട്ടുള്ളൊരു വഴിയാണ്. അതേപോലെ തന്നെ അതിൻ്റെ അവൻ നടന്നിങ്ങനെ പോകുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു പെൺകുട്ടി ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. പിന്നെന്താ പറയുന്നത്? ഷി ഹെൽഡ് എ ലോങ് കേർവ്ഡ് നൈഫ് വിത്ത് വിച്ച് ഷി ഹാഡ് ബീൻ കട്ടിംഗ് ഗ്രാസ്. അവളുടെ കയ്യിൽ വളഞ്ഞിട്ടുള്ള ഒരു അരിവാൾ കത്തി പോലെയുള്ള ഒരു വളഞ്ഞിട്ടുള്ള ഒരു കത്തിയുണ്ട്. അവൾ അതെന്തിനു വേണ്ടിയിട്ടാണ്? അവളൊരു പുല്ലെരിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കത്തി അവളുടെ കയ്യിലുണ്ട്. The bangles she wore made music when she moved her hands, and it was as though the hands spoke a language of their own. എന്താണ്? അവളുടെ കൈകളിൽ ബാംഗിൾസ് ഉണ്ട് അല്ലേ? വളകളുണ്ട്. അവളുടെ വളകൾ എന്താ ചെയ്യാണ്? അവളുടെ കൈകൾ ഇങ്ങനെ മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ആ വളകൾ ഇങ്ങനെ ഒരു തരം സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അതെന്താണ്? അവളുടെ ആ വളകൾ ആ കൈകൾ ആ ഒരു പ്രത്യേക തരം ഭാഷ സംസാരിക്കുന്നത് പോലെയാണ് അല്ലേ തോന്നിയത്. ഹൗ ഫാർ ഈസ് ടു ദി റിവർ ആസ്ക്ഡ് ദി ബോയ്. ഇനി എത്ര ദൂരം നദിയിലോട്ടുണ്ടെന്ന് ആ ആൺകുട്ടി ചോദിച്ചു. ദ ഗേൾ ഹാഡ് ഒബ്വിയസ്ലി നെവർ ബീൻ ടു ദി റിവർ ഓർ ഷീ മേ ഹാവ് ബീൻ തിങ്കിങ് ഓഫ് അനദർ വൺ ബിക്കോസ് ഷീ സെഡ് 20 miles വിത്തൗട്ട് എനി ഹെസിറ്റേഷൻ. അല്ലെങ്കിൽ അവൾ അങ്ങോട്ട് പോയിട്ടില്ല, അല്ലെങ്കിൽ അവൾ എന്താണ് എന്തോ ആലോചിച്ചിരിക്കുന്ന സമയത്താണ് ഈ ഒരു ആൺകുട്ടി ചോദിച്ചത് അല്ലേ? എന്താണ്? 20 miles എന്നാണ് അവൾ പറഞ്ഞ ഉത്തരം. ആദ്യം പറഞ്ഞ ആളെന്താ പറഞ്ഞത്? ആ വുഡ് അല്ലേ മരം വെട്ടുകാരൻ എന്താ പറഞ്ഞത്? 7 miles ആണ് അങ്ങോട്ടുള്ളതെന്നാണ് പറഞ്ഞത് അല്ലേ? അപ്പോൾ അങ്ങനെയാണ് ആ ആൺകുട്ടീൻ്റെ അടുത്ത് ഈ പെൺകുട്ടി ഉത്തരം പറഞ്ഞിട്ടുള്ളത്. ദ ബോയ് ലോഫ്ഡ് ആൻഡ് റാൻ ഡൗൺ ദി പാത്ത്. എന്താണ്? ഈ കുട്ടി ചിരിച്ചുകൊണ്ട് അവൻ എന്ത് ചെയ്തു? ആ ഒരു വഴികളിലൂടെ ഓടി. എ പാരറ്റ് സഡൻലി സ്ക്രീച്ച്ഡ് ഫ്ലൂ ലോ ഓവർ ഹിസ് ഹെഡ് എ ഫ്ലാഷ് ഓഫ് റെഡ് ആൻഡ് ഗ്രീൻ. എന്താണ്? പെട്ടെന്ന് ഒരു തത്ത എന്ത് ചെയ്തു? തത്ത അതിലൂടെ പറന്നുപോയി. ആ പറന്നു പോയത് അവൻ്റെ തലയുടെ മുകളിലൂടെ എന്താണ്? മുകളിലൂടെയാണ് പറന്നു പോയത് അല്ലേ? ആ എന്തായിട്ടാണ് അവന് തോന്നിയത്? ഒരു റെഡ് ആൻഡ് ഗ്രീൻ ഫ്ലാഷ് പോലെയാണ് അല്ലേ അവന് തോന്നിയിട്ടുള്ളത്. ദ ബേർഡ് ഡിസപ്പിയർഡ് അമങ്സ്റ്റ് ദ ട്രീസ്. എന്താണ്? മരങ്ങളുടെ ഇടയിലൂടെ ആ ഒരു തത്ത എന്തായി? കാണാതെയായി അല്ലേ? എ ട്രിക്കിൾ ഓഫ് വാട്ടർ കെയിം ഫ്രം ദി ഹിൽ സൈഡ് ആൻഡ് ദ ബോയ് സ്റ്റോപ്ഡ് ടു ഡ്രിങ്ക്. എന്താണ്? ആ ഒരു ഹിൽ സൈഡിലെ ആ മലയുടെ ആ ഇതിലൂടെ ഇങ്ങനെ എന്ത് വരുന്നുണ്ട്? ട്രിക്കിൾ ഓഫ് വാട്ടർ അല്ലേ? എന്താണ്? ഒരു ചോല പോലെ വെള്ളം ഇങ്ങനെ വരുന്നുണ്ട്. ആ ആൺകുട്ടി അവിടെ നിന്നിട്ട് വെള്ളം കുടിച്ചു അല്ലേ? ദ ബോയ് സ്റ്റോപ്ഡ് ടു ഡ്രിങ്ക് അല്ലെ? വെള്ളം കുടിക്കാൻ വേണ്ടി അവിടെ നിന്നു. ദ വാട്ടർ വാസ് കോൾഡ് ആൻഡ് ഷാർപ്പ് ബട്ട് വെരി റീഫ്രഷിങ്. എന്താണ്? ആ വെള്ളം നല്ല തണുത്തിട്ടുള്ളതാണ് അല്ലേ? എന്താ പറയുക, ഒരു നല്ലൊരു റീഫ്രഷ്മെൻറ്റ് ഡ്രിങ്കാണ് എന്ത്? ആ ഒരു വെള്ളം. However, it seemed to have the effect of making him more thirsty. The sun was striking his side of the hill, and the dusty path became hotter, the stones scorching the boy's feet. He was sure he had gone halfway. He had walked for over an hour. വെള്ളം കുടിച്ചപ്പോൾ അവന് ഒന്നും കൂടെ ദാഹം തോന്നി അല്ലേ? ഒന്നും കൂടെ അവൻ എന്ത് ചെയ്തു? അവന് കുടിക്കണം എന്ന് അവന് തോന്നി. അതേപോലെ തന്നെ ആ നടന്നു പോകുന്ന വഴികളിൽ എന്താണ്? നല്ല ചൂടുണ്ട് അല്ലേ? അതിലെ കല്ലുകളൊക്കെ എന്നാൽ ആ ഒരു പൊടി പിടിച്ചിട്ടുള്ള ആ ഒരു വഴി എന്താണ്? നന്നായിട്ട് ചൂട് പിടിച്ചിട്ടുണ്ട് അല്ലേ? അത്രക്കും ഉച്ച സമയമാണെന്നാണ് ഇവിടെ കാണിക്കുന്നത് അല്ലേ? അപ്പോൾ ആ കുട്ടിക്ക് എന്ത് മനസ്സിലായി എന്നാണ് പറയുന്നത്? പാതി വഴി ആയിട്ടുണ്ടെന്ന് മനസ്സിലായി അല്ലേ? 1 മണിക്കൂറായി ഞാൻ ഇതിലൂടെ നടക്കാൻ പോകുന്നതെന്ന് മനസ്സിലായി. Presently, he saw another boy ahead of him driving a few goats down the path. എന്താണ്? പെട്ടെന്ന് അവന് മറ്റൊരു ആൺകുട്ടിയെ കണ്ടു. എന്നിട്ട് അല്ലേ എന്താണ് ചെയ്യുന്നത്? എന്താണ്? ആടുകളെ മേയ്ക്കുകയാണ് അല്ലേ? ആ ഒരു വഴിയിലൂടെ ആടുകളെ താഴോട്ട് മേയിച്ച് നടക്കുകയാണ്. ഹൗ ഫാർ ഇസ് ദ റിവർ? ഹി ആസ്ക്ഡ്. എത്ര ദൂരമുണ്ട്
ആര് ചോദിച്ചു? നമ്മുടെ ആ കുട്ടി ചോദിച്ചു അല്ലേ? ദ വില്ലേജ് ബോയ് സ്മൈൽഡ് ഇൻ എ ഫ്രണ്ട്ലി വേ ആൻഡ് സെഡ്, ഓ നോട്ട് ഫാർ, ജസ്റ്റ് അറൗണ്ട് ദ നെക്സ്റ്റ് ഹിൽ ആൻഡ് സ്ട്രൈറ്റ് ഡൗൺ. എന്താ പറഞ്ഞത്? ആ വില്ലേജിലുള്ള ആ ആൺകുട്ടി ഒന്ന് ചിരിച്ചുകൊണ്ട് നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ട് എന്ത് പറഞ്ഞു? ആ ഒരുപാട് ദൂരമൊന്നുമില്ല, കുറച്ചങ്ങനെ പോയിട്ട് എന്താ പറയുക, അടുത്ത മലയുടെ ഇതിലാണ്. എന്നിട്ട് നേരെ എന്തായ, താഴോട്ട് നേരെയാണെന്ന് അല്ലേ? ദ ബോയ് ഫീലിംഗ് ഹംഗ്രി അൺവ്രാപ്ഡ് ഹിസ് ലോഫ് ഓഫ് ബ്രെഡ് ആൻഡ് ബ്രോക്ക് ഇറ്റ് ഇൻ ഹാഫ്സ്, ഓഫറിംഗ് വൺ പോർഷൻ ടു ദി വില്ലേജ് ബോയ്. ദേ സാറ്റ് ഓൺ ദി ഹിൽ സൈഡ് ആൻഡ് എയ്റ്റ് ഇൻ സൈലൻസ്. എന്താണ്, ആ ആൺകുട്ടിക്ക് നന്നായിട്ടില്ലേ, ആ കുട്ടിക്ക് നന്നായിട്ട് വിശപ്പ് തോന്നി. അപ്പോൾ അവൻ്റെ കയ്യിലുള്ള ആ ലോഫ് ബ്രെഡ് ഇല്ലേ, അതിങ്ങനെ ആ ഒരു പേപ്പർ പൊതിയിലല്ലേ പൊതിഞ്ഞിട്ടുണ്ടായിരുന്ന, അതിങ്ങനെ അയച്ചിട്ട് അവൻ എന്ത് ചെയ്തു, ഒരു പകുതി ഭാഗം പൊട്ടിച്ചിട്ട് മറ്റേ കുട്ടിക്കും കൊടുത്തു അല്ലേ? അവൻ കണ്ട ആ ഒരു കുട്ടിക്കും ചെറിയൊരു പോർഷൻ അവൻ കൊടുത്തു അല്ലേ? ആ ഒരു ഗ്രാമത്തിലുള്ള കുട്ടിക്കും കൊടുത്തു. എന്നിട്ട് അവർ ഒരു മലയുടെ അരികിൽ ഇങ്ങനെ ഇരുന്നിട്ട് അവരെന്ത് ചെയ്തു, അത് എന്താ പറയുക, ഒന്നും മിണ്ടാതെ ഇങ്ങനെ കഴിച്ചു. വെൻ ദേ ഹാഡ് ഫിനിഷ്ഡ് ദേ വാക്ക്ഡ് ഓൺ ടുഗദർ ആൻഡ് ബിഗാൻ ടോക്കിംഗ് ആൻഡ് ടോക്കിംഗ്. എന്താണ്, അവരുടെ ഇതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം അവർ ഒരുമിച്ച് നടക്കാൻ വേണ്ടി തുടങ്ങി. എന്നിട്ട് അവരിങ്ങനെ സംസാരിക്കാൻ വേണ്ടി തുടങ്ങി. ദ ബോയ് ഡിഡ് നോട്ട് നോട്ടീസ് ദ സ്മാർട്ടിംഗ് ഓഫ് ഹിസ് ഫീറ്റ് ആൻഡ് ദ ഹീറ്റ് ഓഫ് ദ സൺ ആൻഡ് ദ ഡിസ്റ്റൻസ് ഹി ഹാഡ് കവേർഡ് ആൻഡ് ദ ഡിസ്റ്റൻസ് ഹി ഹാഡ് യെറ്റ് ടു കവർ. എന്താണ്, ആ കുട്ടിയെ ഒന്നും തന്നെ ശ്രദ്ധിച്ചില്ല അല്ലേ? അവൻ്റെ കാലുകളിൽ ഉള്ള ഇതൊന്നും അവൻ ശ്രദ്ധിച്ചില്ല. ആ ഒരു ചൂട് അവൻ ശ്രദ്ധിച്ചില്ല. അതേപോലെ തന്നെ എത്രത്തോളം ഇനി കവർ ചെയ്യാനുള്ളത് ഉണ്ട് എന്ന് അവൻ ശ്രദ്ധിച്ചില്ല. തിരികെ അവർ പോവാനുള്ളതാണെന്നും അവൻ എന്ത് ചെയ്തില്ല, അവൻ ശ്രദ്ധിച്ചില്ല അല്ലേ? But after some time, his companion had to diverge along another path and the boy was once more on his own. എന്താണ്, കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്ക് മറ്റൊരു പാതയിലൂടെ എന്ത് ചെയ്യണം, പോവണം അല്ലേ? മറ്റൊരു പാതയിലൂടെ അവർ തിരിഞ്ഞു. അപ്പോൾ നമ്മുടെ ഈ കുട്ടി എന്താ സംഭവിച്ചത്? ഈ കുട്ടി വീണ്ടും തനിച്ചായി. He missed the village boy. He could not be seen. His own home was also hidden from view by the side of the mountain. എന്താണ്, ആ കുട്ടിയെ അവന് നന്നായിട്ട് മിസ് ചെയ്തു അല്ലേ? ഹി കുഡ് നോട്ട് ബി സീൻ അല്ലേ? അവൻ പിന്നെ കണ്ടില്ല. പിന്നെ അതേപോലെ തന്നെ അവൻ്റെ വീടും എന്താണ്, ആ ഒരു മലയുടെ ഇതിലൂടെ, ആ മലയുടെ സൈഡ് ഇങ്ങനെ നന്നായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, മറഞ്ഞിട്ടുണ്ട്. The river was not in sight either. He began to feel discouraged. He was sorry he had finished the bread. He might want it later. പിന്നെ അതേപോലെ തന്നെ എന്താ കാണാത്തത്, ആ ഒരു റിവർ ഇതുവരേക്കും എന്തായിട്ടില്ല, കണ്ടിട്ടില്ല അല്ലേ? പിന്നെന്താ, അവന് ആ ഒരു റിവർ കാണാത്തത് കൊണ്ട് തന്നെ അവന് വിഷമം തോന്നി. അവൻ ബ്രെഡ് കഴിച്ചിട്ടുണ്ട് അല്ലേ? അവൻ്റെ കയ്യിലുള്ള ബ്രെഡൊക്കെ അവൻ കഴിച്ച് തീർത്തിട്ടുണ്ട്. അത് കഴിക്കേണ്ടിയില്ലായിരുന്നു എന്ന് എന്ത് ചെയ്തു, അവന് തോന്നി അല്ലേ? ഇനിയും വിശന്നാൽ എന്ത് ചെയ്യും എന്നുള്ള ആ ഒരു തോട്ട് ആർക്ക് വന്നു, ആ കുട്ടിക്ക് വന്നു. He was determined to see the river. He walked on along the hot, dusty, stony path past mud huts and terraced fields until there were no more fields or huts, only forest and sun and loneliness. Now there was no man or any signs of man's influence, only trees and rocks and bramble and flowers, only silence. അവൻ ഈ ഒരു നദി കാണണം എന്നുള്ള ആഗ്രഹം മാത്രം അല്ലേ അവൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? അതുകൊണ്ട് തന്നെ അവൻ എന്തൊക്കെ ശ്രദ്ധിച്ചില്ല എന്നാണ് പറയുന്നത്, അവനൊന്നും തന്നെ അവൻ ശ്രദ്ധിച്ചില്ല അല്ലേ? അവൻ തനിച്ചാണ്, അതും തനിച്ചാണ്, ചൂട്, അതേപോലെ തന്നെ എന്തൊക്കെയാണ് പൊടിയായിട്ടുള്ളത്, നല്ല കല്ലുകളുള്ള വഴി, ചെളിയുള്ള വഴി, ഇതൊന്നും അവൻ എന്ത് ചെയ്തില്ല, അവൻ ശ്രദ്ധിച്ചില്ല. ചൂടും കാര്യങ്ങളൊന്നും അവൻ ശ്രദ്ധിച്ചില്ല. അവൻ ആകെ ഒരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എന്താണ്, ആ ഒരു റിവർ അല്ലേ, ആ ഒരു പാത കാണണം എന്ന് മാത്രമേ അവന് ഉണ്ടായിരുന്നുള്ളൂ. അവൻ എന്താണ്, ഇപ്പോൾ തനിച്ചാണ് അല്ലേ? ആ ഒരു കാട്ടിൽ എന്താണ്, അവൻ തനിച്ചാണുള്ളത്. അവിടെ എന്തില്ല എന്നാണ് പറയുന്നത്, നൗ ദർ വാസ് നോ മെൻ അല്ലേ? ദർ വാസ് നോ മെൻ ഓർ എനി സൈൻസ് ഓഫ് മാൻസ് ഇൻഫ്ലുവൻസ്. ഒരു മനുഷ്യക്കുഞ്ഞ് പോലും അവിടെ ഇല്ല. ആ ഒരു മനുഷ്യനുണ്ട് എന്നുള്ളത് പോലും അവിടെ ഇല്ല അല്ലേ? പിന്നെന്താ ഉള്ളത്, ഓൺലി ട്രീസ് ആൻഡ് റോക്സ് ആൻഡ് ബ്രാമ്പിൾ ആൻഡ് ഫ്ലവേഴ്സ്, ഓൺലി സൈലൻസ്. അവിടെ മരങ്ങളും അതേപോലെ തന്നെ പൂക്കളും എന്താ പറയുക, ഇതൊക്കെ മാത്രമേ ഉള്ളൂ അല്ലേ? അവിടെ എന്താണ്, ഭയങ്കര നിശബ്ദതയാണ് അവിടെ ഉള്ളത്. ദ സൈലൻസ് വാസ് ഇംപ്രസീവ് ആൻഡ് എ ലിറ്റിൽ ഫ്രൈറ്റനിങ്. എന്താണ്, ആ ഒരു
നിശബ്ദത എന്താണ്, ഒന്ന് പേടിപ്പെടുത്തുന്ന ഒരു സൈലൻസ് ആണ് അല്ലേ. ഇറ്റ് വാസ് ഡിഫറെൻറ്റ് ഫ്രം ദി സൈലൻസ് ഓഫ് എ റൂം ഓർ സ്ട്രീറ്റ്. ഇറ്റ് വാസ് ദ സൈലൻസ് ഓഫ് സ്പേസ്, ഓഫ് ദി അൺനൗൺ, ദ സൈലൻസ് ഓഫ് ഗോഡ്. എന്താണ് ഇവിടെ പറയുന്നത്? ആ ഒരു സൈലൻസ് എന്താണ്, നമ്മൾ റൂമിലോ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക വഴിയിലോ ഒന്നുമുള്ള പോലെയുള്ള ഒരു സൈലൻസ് അല്ല അല്ലേ. അതൊക്കെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സൈലൻസ് ആണ്. അതെന്താണ്? ഇറ്റ് വാസ് ദ സൈലൻസ് ഓഫ് സ്പേസ് അല്ലേ. ഒരു 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 സമാധാനത്തിൻ്റെ ഒരു സൈലൻസ് ആണ്. അതേപോലെ തന്നെ ഒന്നും അറിയാത്തതിൻ്റെ ഒരു സൈലൻസ് ആണ്. അതൊരു ദൈവത്തിൻ്റെ നിശബ്ദതയാണ്. ദെൻ ആസ് ദ ബോൾ റൗണ്ടഡ് എ ഷാർപ്പ് ബെൻഡ് ദ സൈലൻസ് ബ്രോക്ക് ഇൻ ടു സൗണ്ട്. എന്താണ് പറയുന്നത്? ഇങ്ങനെ ഒരു ടേണിങ് കഴിഞ്ഞ് പോയപ്പോൾ അല്ലേ, ഒരു ബെൻഡായിട്ടുള്ള ഒരു വളവ് ഇങ്ങനെ കഴിഞ്ഞ് പോയപ്പോൾ ആ ഒരു സൈലൻസ് എന്താ എന്നാ പറയുന്നത്? സൈലൻസ് നഷ്ടപ്പെട്ട് എന്താ പറയുക എന്ത് സൗണ്ടായിട്ടാണ് വന്നത്? എ സഡൻ റോറിങ് സൗണ്ട് അല്ലേ, ഒരു ഇരുമ്പലിൻ്റെ സൗണ്ടാണ് അവന് തോന്നിയത്. ദ സൗണ്ട് ഓഫ് ദി റിവർ. എന്താണ്? അതൊരു നദിയുടെ ശബ്ദമായിരുന്നു അല്ലേ, നദിയുടെ ശബ്ദമായിരുന്നു. അപ്പോൾ ഇതുവരെ അവൻ കാണാൻ കൊതിച്ചിരുന്ന ആ ഒരു സ്ഥലത്തോട്ട് അവൻ എന്ത് ചെയ്തു? എത്തിപ്പെട്ടിട്ടുണ്ട്. Far down in the valley, the river tumbled over the rocks. The boy gasped and began to run. He slipped and stumbled, but still he ran. Then he was ankle deep in the painfully cold mountain water, and the water was blue and white and wonderful. സന്തോഷമായിട്ടുണ്ട് അല്ലേ. എന്താ പറഞ്ഞിട്ടുള്ളത്? ആ ഒരു വാലിയുടെ അടിയിലോട്ട് അല്ലേ, അടിയിലോട്ട് കല്ലുകളിൻ്റെ മുകളിലൂടെ എന്താണ് ആ ഒരു വെള്ളം ഒഴുകുകയാണ് അല്ലേ. ആ ദ ബോയ് ഗാസ്പ്ഡ് ആൻഡ് ബിഗാൻ ടു റൺ. ആ ആൺകുട്ടിക്ക് ഭയങ്കര സന്തോഷമായി, അവൻ ഓടാൻ തുടങ്ങി. ഹി സ്ലിപ്ഡ് ആൻഡ് സ്റ്റംബിൾഡ് ബട്ട് സ്റ്റിൽ ഹി റൺ. എന്താണ്? അവന് മറിഞ്ഞു കെട്ടി വീണുപോയി അല്ലേ, എന്നിട്ടും അവൻ എന്ത് ചെയ്തു? അവൻ ഓടാൻ വേണ്ടി തുടങ്ങി. ദെൻ ഹി വാസ് ആങ്കിൾ ഡീപ്പ് ഇൻ ദി പെയിൻഫുള്ളി കോൾഡ് മൗണ്ടെയിൻ വാട്ടർ. അവൻ്റെ മുട്ടുകാല് വരെ വെള്ളത്തിലാക്കിയിട്ട് അവൻ എന്ത് ചെയ്തു? ആ ഒരു നദിയുടെ ഇതിൽ ഇറങ്ങി. അപ്പോൾ ആ ഒരു വെള്ളം എങ്ങനത്തെ വെള്ളമാണെന്നാണ് പറയുന്നത്? പെയിൻഫുള്ളി കോൾഡ് മൗണ്ടെയിൻ വാട്ടർ അല്ലേ. എന്താണ്? ആ ഒരു ഇതിൽ നിന്ന് വരുന്ന ആ ഒരു മലകളിൽ നിന്നും വരുന്ന വെള്ളം എങ്ങനത്തതാണ്? വേദനിപ്പിക്കുന്ന തരം തണുപ്പുള്ള ഒരു വെള്ളമാണ്. ആൻഡ് ദ വാട്ടർ എങ്ങനത്തെ വാട്ടറാണെന്നാണ് പറയുന്നത്? വാട്ടറിൻ്റെ കളർ ഇവിടെ പറയുന്നുണ്ട് അല്ലേ, എന്ത് തരം വാട്ടറാണെന്ന് പറയാം. ആൻഡ് ദ വാട്ടർ വാസ് ബ്ലൂ ആൻഡ് വൈറ്റ് അല്ലേ. അതായത് നേരെ കാണുമ്പോൾ എന്താണ്? ഒരു ബ്ലൂ ആയിട്ടാണ്, നമ്മൾ കയ്യിൽ കോരിയെടുക്കുമ്പോൾ അതൊരു വൈറ്റ് ആണ്. ആൻഡ് വണ്ടർഫുൾ, എന്താണ്? മനോഹരമായിട്ടുള്ള ഒന്നാണത് അല്ലേ. അത് അവൻ്റെ ഒരു ആഗ്രഹമായിട്ടാണ് ഇവിടെ ആ ഒരു നദിയെ കാണണമെന്നും അവൻ ആ ഒരു നദിയെ തൊട്ടറിയണമെന്നും പ്രകൃതിയെ തൊട്ടറിയണമെന്നും പ്രകൃതിയെ അനുഭവിക്കണമെന്നും ആ കുട്ടിക്ക് തോന്നിയത് അല്ലേ. എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു കഥ മനസ്സിലായിട്ടുണ്ടോ അല്ലേ? മനോഹരമായിട്ടുള്ള ഒരു കഥയാണ്, പ്രകൃതിയെക്കുറിച്ച് ഒരുപാട് പറയുന്ന ഒരു കഥയാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ സൈഡിലുള്ള ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ്, ആക്ടിവിറ്റീസ് ഇതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരേക്കും നന്നായിട്ട് കുട്ടികളൊക്കെ ഇത് വായിച്ചിട്ട് ഇതിൻ്റെ അർത്ഥങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇതുവരെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾ ഷെയർ ചെയ്യുക, ഫ്രണ്ട്സായിട്ടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്. ഓക്കെ, താങ്ക്